മാഷേ, എപ്സ്റ്റീൻ ഫയലിൽ മോദിയുടെ പേരെന്ന് പറഞ്ഞ് വല്ലാത്ത കിടിലവും ബഹളവും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. മാഷി എപ്സ്റ്റീൻ ഫയൽ മുഴുവൻ വായിച്ചതാണല്ലോ. വീണ്ടും മോദിയുടെ പേരുണ്ടെന്ന് വിചാരിച്ച് നോക്കി വല്ലതും കണ്ടോ? അതിൻ്റെ പിന്നിൽ കുറച്ച് ഗൂഢാലോചനയും കുറേ സത്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2015 ഈ സംഭവങ്ങളുടെ തുടക്കം. പിന്നെ എന്നൊരു യുവതി ജെഫ്രി എപ്സ്റ്റീന്റെ സഹായിയായ ഗിസ്ലെയിൻ മാക്വെലിനെതിരെ ഒരു കേസ് കൊടുക്കുന്നു. മാനനഷ്ട കേസാണ്. ആ കേസ് കൊടുത്തതിനെ തുടർന്നാണ് ഈ സംഭവങ്ങളുടെ ചുരുളഴിയുന്നത്. ഇത് കോടതി ഈ രേഖകൾ അവർ കൊടുത്തതിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ കണ്ടെത്തി സീൽഡ് രഹസ്യമാക്കി വെച്ച കാര്യങ്ങളാണ് പിന്നീട് ചോർന്ന് നമ്മൾ ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ ധാരാളം ആൾക്കാരുടെ പേരുകൾ വന്നിട്ടുണ്ട്. ആ പേരുകൾ വന്ന ആൾക്കാർ കുറ്റവാളികളല്ലേ എന്നാണ് പൊതുവെ എല്ലാവരും ചോദിക്കുന്നത്. പേര് വന്നു എന്നുള്ളതുകൊണ്ട് അതിൽ കാരണമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 150-ലധികം പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് നിസ്സാരരായ മനുഷ്യരല്ല, വലിയ വലിയ വാല്യൂ, അതായത് ന്യൂസ് വാല്യൂ ഉള്ള ആൾക്കാരാണ് ഇതിലെ പ്രതികളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പേരിൻ്റെ ഒരു പരമ്പര തന്നെ വരുമ്പോൾ, അതും പ്രത്യേകിച്ച് പീഡന കേസ് പോലുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ പോക്സോ കേസ് ഉൾപ്പെടെ അതിലുണ്ട്. അപ്പോൾ ലോകമെമ്പാടും അത് ശ്രദ്ധിക്കും. അങ്ങനെ കുപ്രസിദ്ധമായ ഈ സംഭവത്തിൽ നിന്നാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് 2015. അതെ. അപ്പോൾ ഞാൻ ചോദിക്കും, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഞാൻ കണ്ട ഒരു പേര് അതിനകത്ത് കണ്ട പേര് മീര നായരാണ്. സിനിമാ സംവിധായികയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂയോർക്ക് മേയറിൻ്റെ അമ്മയുമായിട്ടുള്ള മീര നായരുടെ പേരേ കണ്ടിട്ടുള്ളൂ. മോദിയുടെ പേരെന്ന് പറയുന്നത് ഒരു വ്യാജനാമമല്ലേ? ഒരു പക്ഷേ നമുക്കത് പിന്നത്തേക്ക് ചർച്ചയ്ക്ക് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, പിന്നത്തെ നമുക്ക് ഇറക്കി. ഇപ്പോൾ ബിൽ ക്ലിൻ്റനും ഭാര്യയും ഹിലാരി ക്ലിൻ്റൺ ലോക പ്രശസ്തരായിരുന്നു, പ്രസിദ്ധരുമായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ പ്രത്യേക കമ്മിറ്റി ഇത് വാദിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ ഹാജരാകുകയാണ്. അവർ പ്രതികളാണോ? അതായത് ഈ പറയുന്ന രേഖകളിൽ ഡോക്യുമെന്റ് 36 എന്ന കോഡ് നാമത്തിലാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് ബിൽ ക്ലിൻ്റന്റെ. അതായത് എപ്സ്റ്റീൻ വിമാനത്തിൽ അവർക്കൊരു ലൈറ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു വിമാന സർവീസ് ഉണ്ടല്ലോ. അമേരിക്കയിൽ വിമാനം സർവ്വസാധാരണ, നമ്മുടെ സ്വകാര്യമായിട്ട് ഇഷ്ടം പോലെ വിമാനമുള്ള രാജ്യം. അപ്പോൾ അതിൽ ക്ലിൻ്റൺ പല വിദേശ രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്, യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായിട്ട് ഇതേ സംബന്ധിച്ച തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഈ ക്ലിൻ്റന്റെ സംഘം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന എപ്സ്റ്റീൻ്റെ ദ്വീപ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ദ്വീപുണ്ട്. അവിടെ ആഡംബര വസതികളും മറ്റെല്ലാ സൗകര്യങ്ങളുണ്ട്, റിസോർട്ടിന് സമാനമായ അന്തരീക്ഷത്തിൽ. അപ്പോൾ അവിടെയൊക്കെ സന്ദർശിച്ചു എന്നുള്ളതൊക്കെ ഇതെന്ന് പറയുന്നുണ്ട്. സെക്സ് ടൂറിസം ആണ് വാസ്തവത്തിൽ. അദ്ദേഹം അതിൻ്റെ ആളാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സാക്ഷിമൊഴി, അദ്ദേഹത്തിന്റെ പേര് വന്ന ഒരു സാക്ഷിമൊഴിയിലൂടെയാണ്, ഡയറക്റ്റ് അല്ല വന്നത്. എപ്സ്റ്റീൻ്റെ വീട്ടിൽ വെച്ച് ട്രംപിനെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് താൻ ട്രംപിന്റെ കനേഡിയൻ കാസിനോയിൽ പോയിട്ടുണ്ടെന്ന്, എന്നാൽ അദ്ദേഹവുമായി അവിഹിത ഇടപാടുകൾ ഉണ്ടായിട്ടില്ലെന്ന് ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അപ്പൊ അതായത് എപ്സ്റ്റീൻ കുറ്റകൃത്യങ്ങൾ ട്രംപിന് പങ്കുള്ളതായിട്ട് രേഖകളില്ലെങ്കിൽ പോലും മൊഴികളിൽ ഇദ്ദേഹമായിട്ടുള്ള കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വന്നതിന് പിന്നിൽ അവിടുത്തെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ ഇത് ഭയങ്കര പ്രശ്നമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഞെട്ടിക്കുന്ന കുറേ പേരുകളുണ്ട്. ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ ആ പോയിന്റിൽ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് പര്യാലോചന ചെയ്താൽ, അമേരിക്ക എന്ന് പറയുന്ന പാർലമെൻറ്റിനോട് സത്യസന്ധമായിട്ട് പറയണം. പാർലമെൻറ്റിനെ കള്ളം പറഞ്ഞാൽ, തെറ്റിദ്ധരിപ്പിച്ചാൽ ആ പ്രസിഡന്റ് പുറത്താണ്. നമ്മൾ കണ്ടതാണ്. അതെ, റിച്ചാർഡ് നിക്സന്റെ കാര്യത്തിൽ അതാ സംഭവിച്ചത്. വാട്ടർ ഗേറ്റ്, അവിടെ അവിടുത്തെ ക്യാപിറ്റൽ ഹില്ലിലുള്ള വസതിയിൽ, അദ്ദേഹത്തിൻ്റെ വസതിയിൽ, പ്രസിഡന്റിൻ്റെ വസതിയിൽ, അതുകൂടാതെ പാർലമെൻറ്റിൽ ഒക്കെ ഗാഡ്ജറ്റുകൾ അദ്ദേഹം വെച്ചിരുന്നു. ഗാഡ്ജറ്റുകൾ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഗാഡ്ജറ്റുകൾ പുതുമയുള്ള സാധനങ്ങൾ, രഹസ്യം ചോർത്താനും പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനും നമ്മുടെ ഇപ്പോഴത്തെ ഫോൺ ചോർത്തൽ പോലെ വെച്ചിരുന്നു. ആ കാര്യം പക്ഷേ അദ്ദേഹം നിഷേധിച്ചു. സത്യസന്ധമായിട്ട് അത് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പം വരില്ല. ഓപ്പണായില്ല, അതില്ല എന്ന് പറഞ്ഞു. അതാണ് വാഷിങ്ടൺ പോസ്റ്റ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് 1000 ജീവനക്കാരെ പിരിച്ചുവിട്ടു. അതിൽ നിന്ന് ശശി തരൂരിൻ്റെ മകനെയും പിരിച്ചുവിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു വാഷിങ്ടൺ പോസ്റ്റ് 2 പേര് ചേർന്നിട്ട് അതെല്ലാം അന്വേഷിച്ച് ഗാഡ്ജറ്റുകൾ ഉണ്ടെന്ന് തെളിയിച്ചു. അപ്പോൾ ഈ കള്ളം പറഞ്ഞതിനാണ് റിച്ചാർഡ് നിക്സൺ വാട്ടർ ഗേറ്റ് സ്കാൻഡൽ എന്ന് പറഞ്ഞ് പുറത്തു പോയിട്ടുണ്ട്. അതുപോലെ ഒരു എപ്സ്റ്റീൻ സ്കാൻഡൽ ആവുമോ ഇത്? ട്രംപിന് പുറത്തു പോകേണ്ടി വരികയില്ല എന്നാണ് കരുതേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജെഫ്രി എപ്സ്റ്റീൻ 2019 മരണപ്പെട്ടു പോയി. അപ്പോൾ അമേരിക്കയിലെ നിയമപ്രകാരം നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം തെളിയിക്കേണ്ട ചുമതല
നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ചുമതലയാണെങ്കിൽ ആരോപണ വിധേയരാണ് അവിടെ, അതായത് അവിടുത്തെ നിയമം തികച്ചും വ്യത്യസ്തമാണ്. ആ തെളിവുകൾ വെച്ചുകൊണ്ട് ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് മൊഴികളിലൂടെയും സാക്ഷിമൊഴികളിലൂടെയും മെറ്റീരിയൽ എവിഡൻസുകളിലൂടെയും സ്ഥാപിക്കേണ്ടത് ജെഫ്രിയോട് കണക്ട് ചെയ്തായിരിക്കണം അവിടെ. അപ്പോൾ ജെഫ്രി മരണപ്പെട്ടു പോയതോടുകൂടി ആ സാധ്യത ഇല്ലാതായി. തന്നെയുമല്ല, മൊഴികൾക്കപ്പുറമുള്ള തെളിവുകൾ ട്രംപിനെ കുറിച്ച് കിട്ടിയിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിന്റെ, പക്ഷെ ഇന്ത്യയിലെ പോലെ തന്നെയാണ് അവിടെ ഇത് രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം അത്രയേ ഉള്ളൂ. ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇതൊരു തരം സ്മാർത്ഥ വിചാരം കൂടാണല്ലോ. സ്മാർത്ഥകൾ പലതുണ്ടെന്നേ ഉള്ളൂ അല്ലേ? സ്മാർത്ഥകൾ പലതുണ്ടെന്നേ ഉള്ളൂ. അവരടയാളം വെച്ച് വരെ ആണുങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആപ്പിലാവില്ലേ? ട്രംപ് എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ മോശമായിട്ടുള്ള ഒരാളൊന്നും അല്ലതാനും. കാര്യത്തിൽ വളരെ വളരെ അതെ വളരെ ഒരുപാട് പേരുമായിട്ട് കണക്ഷൻസ് ഉള്ള അന്താരാഷ്ട്ര ബന്ധം. അല്ല, അദ്ദേഹം പറയുന്ന ഒരു വാചകം രസകരമാണ്. ഞാൻ വളരെ വൃത്തിയുള്ള മനുഷ്യനാണ് ഇക്കാര്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ അവരുടെ കൂടെ ഞാൻ പോയിട്ടില്ല എന്നാണ് ഒരിക്കൽ പറഞ്ഞത്. വൃത്തിയുള്ളവരുടെ പോയിട്ടുണ്ടെന്ന് അർത്ഥമുണ്ട് എന്നാണ് അതിന് അർത്ഥം വരുന്നത്. ഒരു നല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുന്നത് നല്ല കോഴിയാണ് അദ്ദേഹം എന്നുള്ളത് ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നും അല്ലെങ്കിൽ തെളിവ് സഹിതം ആരചരാക്കി കഴിഞ്ഞാൽ അങ്ങനല്ലേ ബിൽ ക്ലിന്റൺ പറ്റത്. അദ്ദേഹത്തിന്റെ ഓഫീസിലെ മോണിക്ക ലെവിൻസ്കിയാണ്, ആ സുന്ദരിയായ സ്ത്രീയാണ് അദ്ദേഹത്തിനെ ഇത് ട്രാപ്പിൽപ്പെടുത്തിയത്, തെളിവ് സഹിതം അല്ലേ എന്ന് പറയുന്ന പോലെ. ഈ ഇങ്ങനെയുള്ള കോഴികളെ പെടുത്താൻ വളരെ എളുപ്പമാണ് അമേരിക്കയിൽ. അല്ല, അമേരിക്കയിലെ ഫെഡറൽ കുറ്റാന്വേഷണ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു സ്വാധീനത്തിനും വഴങ്ങുന്നതല്ല. അവർ വളരെ സ്ട്രൈറ്റ് ത്രൂ ആയിട്ട് മുന്നോട്ട് പോയിട്ട് ആരെയാണോ ഹുക്ക് ചെയ്യേണ്ടത് അവരെ കൃത്യമായിട്ട് പിടിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ സാറിന്റെ ചോദ്യം മുട്ടി നിൽക്കുന്ന അല്ലെ എത്തി നിൽക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയിലാണ്. നരേന്ദ്രമോദി പിന്നെ പറയാം, അത് സസ്പെൻസ് അവസാനം പറയാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ള വേറൊരു പേര്, പ്രധാനപ്പെട്ട ഒരു പേരെന്ന് പറയുന്നത് ആൻഡ്രൂ രാജകുമാരനാണ്. ഈ രാജകുമാരനും മോശമല്ല, ഒരു കോഴിയാണ് അല്ലേ? ആൻഡ്രൂ രാജകുമാരനെ ഔദ്യോഗിക രാജകീയ പദവികളിൽ നിന്നെല്ലാം മാറ്റി. അദ്ദേഹം ഇപ്പൊ രാജകുമാരനല്ല, അദ്ദേഹം ഒരു പ്രത്യേകമായ എന്താ നമ്മളുടെയൊക്കെ ഇവിടെ ഉരപ്പുര, പിന്നെ വേറെയൊക്കെ പറയില്ലേ മാറി താമസിക്കുക, ഔട്ട് ഹൗസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ കൊട്ടാരത്തിന് സമീപത്തിലുള്ള രാജ അധികാരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് അദ്ദേഹം മാറി താമസിച്ചിരിക്കുക. അദ്ദേഹത്തിനെതിരെ ഇതാണ് കാരണം, അദ്ദേഹത്തിനെതിരെ അതിശക്തമായ തെളിവുകളുണ്ട്. അത് അവിടെയാണ് പോക്സോ കേസ് എന്ന് സാറ് പറഞ്ഞ സാധനം അദ്ദേഹത്തിലാണ് വന്നിരിക്കുന്നത്. വേറെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കാമുകിയെ അദ്ദേഹം കല്യാണം കഴിച്ചു. കാമുകി എന്ന് പറഞ്ഞ രാജ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന് നിരക്കുന്ന ആ യോഗ്യതയില്ലാത്ത സ്ത്രീയാണെന്നുള്ള കാരണം പറഞ്ഞാണ് അദ്ദേഹത്തെ രാജകുമാര പദവിയിൽ നിന്ന് പുറത്താക്കിയത് അല്ലേ? അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നേരത്തെയും ആരോപണങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഇതുകൂടെ വന്നപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താണ് മാറ്റിയത്. ചാൾസ് രാജകുമാരന്റെ കഥയും നമുക്ക് അറിയാമല്ലോ. അദ്ദേഹത്തിന് കാമില പാർക്കർ എന്ന് പറയുന്ന മറ്റൊരു യുവതിയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന കാര്യം നമുക്കറിയാം. പിന്നീട് അവർ വിവാഹം കഴിച്ചില്ലേ? കഴിച്ചു. രണ്ടാമത്തെ കല്യാണം വരെയാണ്. അവർ ഡയാന മരിച്ചതിന് ശേഷം അവരാണ്. ഓക്കെ, ഇത് വലിയ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി. ഡയാനയ്ക്ക് ഇത് അറിയാമായിരുന്നു. ഡയാന ഇപ്പോൾ വേറെ വഴിക്ക് പോയി. അതെ, എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ ഇതിൽ ഇന്ത്യയിലേക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ടൊരു സാധ്യത എന്ന രീതിയിൽ ഇപ്പോൾ സാറ് മീര നായരുടെ കാര്യം പറഞ്ഞതുപോലെ അതൊരു ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല. പക്ഷെ മോദി എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ മോദിയെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ മോദി ഈ വ്യക്തിയെ കാണുകയോ അദ്ദേഹത്തിനുമായിട്ട് ഫിസിക്കലി, അതായത് നേരിട്ട് കാണാനുള്ള സാഹചര്യം ഉണ്ടാകുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ മോദിയെയും ഇദ്ദേഹത്തെയും ചേർത്ത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ ധാരാളമായിട്ട് പ്രചരിക്കുന്നുണ്ട്. മോർഫ് ചെയ്ത അതിൽ അമേരിക്കൻ ഏജന്റുമാരാണോ എന്ന് പോലും സംശയമുണ്ട്. മോദിയുടെ ആ ഒരു പ്രതിച്ഛായക്ക് കളങ്കം വരുത്താൻ വേണ്ടി മോർഫ് ചെയ്ത വളരെ, ഇപ്പോഴത്തെ മോർഫിംഗ് എന്ന് പറയുമ്പോൾ പഴയ മോർഫിംഗ് പോലെയല്ല, ഇന്നത്തെ ടെക്നോളജി ഇന്റലിജൻസിന്റെ ഉപയോഗം അങ്ങനെയാണത് ചെയ്തത്. അതല്ല, അതിന് മറ്റൊരു കാര്യമില്ല. ഇനിയിപ്പോ മോദി അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് തെളിയിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതെ സാധിക്കുന്ന കാര്യവുമല്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പരോക്ഷമായിട്ട് തന്നെയാണ് ട്രംപിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ദൗത്യമായിട്ട് ഇസ്രായേലിലേക്ക് പോയി. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നപ്പോൾ അത് സംഭവിച്ചിരിക്കാം. പക്ഷേ അതുകൊണ്ട് ഇപ്പം ഉമ്മൻചാണ്ടി പോയില്ലേ? അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാറിനെ ഉപദേശിക്കാൻ വേണ്ടി പോയില്ലേ ഉമ്മൻചാണ്ടി? അങ്ങനെ
ട്രംപിനെ സഹായിക്കാൻ പോയെന്നുള്ള ആരോപണമാണ്. ആരോപണം മാത്രമേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പല രാജ്യങ്ങളിലും പോകുന്നതാണ്. അതിനെല്ലാം ഭയങ്കര രഹസ്യാത്മകമായ രാജ്യ താല്പര്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ മറ്റൊന്ന് മീരാ നായരുടെ പേര് അങ്ങ് കണ്ടോ? കണ്ടോ മീരാ? ഇല്ല, ആ പേരില്ല. അത് ആരോപണം മാത്രമായിട്ട് പിന്നീട് ഞാനൊരു സംശയം ഉന്നയിക്കുന്നത്, ഇതിനകത്ത് എന്താ ഈ രാഹുൽ ഗാന്ധിയുടെ പേര് വരാത്തതെന്നാണ്. അല്ല, രാഹുൽ ഗാന്ധി അവിടെ പോയിട്ടില്ല, അത്ര തന്നെ. രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലങ്ങൾ വേറെയാണ്. അതായത് ഇതിപ്പോ നമ്മൾക്ക് മാള് കേരളത്തിൽ ലുലു മാൾ മാത്രമല്ലല്ലോ ഉള്ളത്. ലുലു മാളിൽ പോയവരെ കുറിച്ചുള്ള ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേരില്ലെങ്കിൽ മറ്റു മാളിലെ ഒരു പ്രശ്നം വന്നാൽ ഒരുപക്ഷെ ഉണ്ടാകും. സെൻട്രൽ മാളിലും പോവാം അല്ലേ, സെൻട്രൽ സ്ക്വയർ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ വേറെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഏതായാലും നരേന്ദ്രമോദിയെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇന്ത്യയിൽ ശ്രമിക്കാൻ വേണ്ടി ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് ജോർജ് സൊറോസും മറ്റുമൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു കെണിയാണത്. ആ കെണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ യാത്രയെ ട്രാക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഇന്ത്യയിലും അമേരിക്കയിൽ ചെന്നാൽ അവിടെയുമുള്ള എല്ലാ കാര്യങ്ങളും വായിച്ച് കണക്കൂട്ടുമ്പോൾ 100% മോദിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ റെക്കോർഡിൽ പേരുണ്ടെന്ന് വരുമ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും യഥാർത്ഥത്തിൽ ശ്രീ നരേന്ദ്രമോദി അറിയുന്നത്. വാസ്തവത്തിൽ മോദിക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല, എന്നാൽ പിന്നെ എപ്സ്റ്റീൻ ഫയൽസിൽ അദ്ദേഹത്തിനെ കൊടുക്കാം എന്നുള്ള ഒരു ധാരണയോട് കൂടി വന്നവരാണ്. പക്ഷേ അദ്ദേഹം അതിന് മറുപടിയേ പറയാതെ അത് അവഗണിച്ച് കഴിഞ്ഞതോടുകൂടി അത് തികച്ചും അപ്രസക്തമായി. ഫയലിൻ്റെ എല്ലാ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ എപ്പിസോഡുകളും പുറത്തു വിട്ടിട്ടുണ്ട്, അതിലെങ്ങും മോദിയുടെ പേരില്ല. ഇനി വേണമെങ്കിൽ ആഡ് ചെയ്യാം രാഹുൽ ഗാന്ധിക്ക് കൂട്ടർക്കും. ഈ പറഞ്ഞ രീതിയിലാണ്. അതെ, അങ്ങനെ മരിച്ചു കഴിഞ്ഞു. മറ്റേയാൾ മരിച്ചു കഴിഞ്ഞുവല്ലോ, എപ്സ്റ്റീൻ മരിച്ചു കഴിഞ്ഞു. ചേഴക്കാർക്ക് വേണമെങ്കിൽ പേരുകൾ ഇതും കൂടെ ആഡ് ചെയ്യാൻ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ചേഴുതാം. എന്നിട്ട് ഇത് വലിയ പ്രശ്നമാക്കി പാർലമെന്റിൽ കിടന്ന നാടകങ്ങൾ കളിച്ച് കോക്കാമ്പിച്ച കാണിക്കാം. അവർക്ക് എന്തെങ്കിലും ഒരു ആയുധമൊക്കെ വേണ്ടേ? സോറോ സംഭാവന കൊടുക്കുന്ന പ്രതിപക്ഷം ശക്തമാവണ്ടേ? പ്രതിപക്ഷം ശക്തമാകണമെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ ആരോപണമായിട്ട് ഉന്നയിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ പ്രതിപക്ഷമായിട്ട് ആരോഗ്യകരമായിട്ട് പ്രവർത്തിക്കണം. അതല്ലാതെ വ്യാജ ആരോപണങ്ങൾ അവർ വീണ്ടും ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഇവിടെ ഇപ്പോൾ ശരിയായിട്ടുള്ള ആരോപണങ്ങൾ, ശബരിമല കേസിലെ അന്വേഷണങ്ങളെല്ലാം വഴിമുട്ടിയിരിക്കുന്നു. അപ്പോഴാണ് ഈ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ട്രംപിന്റെ ഇല്ലാത്ത പേരും വെച്ച് ട്രംപ് എന്നും പറഞ്ഞു, ട്രംപിനെ പോലും ഇല്ലാത്ത രീതിയിൽ കണക്ട് ചെയ്ത്. അതെ, ഇപ്പം ഇല്ലാത്ത പേരുകളുടെ ഘോഷയാത്രയായിട്ട് അതിനകത്ത് ഇപ്പോൾ മോദി ഉണ്ടെന്ന് ഇല്ലാത്ത പൊളിവചനം പറഞ്ഞു. എന്തായാലും അമേരിക്കയിൽ ട്രംപ് ശക്തനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം കൊണ്ടുവരണം. ഇന്ത്യയിലും ലോകത്തും മോദി ശക്തനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം കൊണ്ടുവരണം. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ് കരിവാരി തേക്കുക എന്നുള്ളത് തന്നെയാണ്. അത് വാരി തേച്ചുകൊള്ളട്ടെ. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.